ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. രജിഷ ഇതിനകത്ത് ഫ്രിഡ സോമൻ അല്ലെങ്കിൽ ശാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. വിഷ്ണു ആണ് ഡോൺ എന്ന് പറയുന്ന വക്കീലിന്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. നിരഞ്ജാണ് ബിമൽ 2046 ഗതികെട്ട്. പിന്നെ വർക്കിയാണ് ഇതിന്റെ സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ചെയ്തേക്കുന്നത്. ശ്രീജിത്ത് എൻ്റെ VFX ടീമിലെ മെയിൻ അസോസിയേറ്റ് ആണ്. ജയൻ ചേട്ടൻ്റെ അകത്ത് മലയാളി മാമനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യ ജോബി കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് സ്റ്റൈലിസ്റ്റ് ആണ്. പിന്നെ ആൽവിനാണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. രാഹുൽ രാജഗോപാൽ ഇതിൻ്റെ അകത്ത് സൈമൺ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലിയോൺ നമ്മുടെ സബ് ടൈറ്റിൽസ് ബേർഡ്സ് എന്ന് പറഞ്ഞ കമ്പനി സബ് ടൈറ്റിൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ട് നമ്മുടെ ടീംമേറ്റ്സ്, എൻ്റെ അസോസിയേറ്റ് ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ പറയുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കിന് ശേഷം ഞങ്ങളുടെ സിനിമ മസ്തിഷ്ക മരണം ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് ഇന്ന് 27-ാം തീയതി റിലീസായിരിക്കുകയാണ്. പടം കണ്ടു, ഗംഭീരമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കിട്ടിയത്. അപ്പം ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോ മലയാള സിനിമ വേറെ ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, ഒരു എക്സ്പെരിമെന്റൽ ഫിലിം ചെയ്യണമെങ്കിൽ അത് മലയാളത്തിൽ ചെയ്യാം എന്നൊരു ധൈര്യത്തോടെ അതർ സ്റ്റേറ്റിൽ നിന്നും വരുന്നവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ. അപ്പം ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ ഓരോ കഥകൾ കേൾക്കുന്നുണ്ട്. ഇതിങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം. ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറെ ഗ്രാഫ്, ഇതൊന്നും അല്ലാത്ത ലെവലിൽ സിനിമയിൽ പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എന്താണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, എൻ്റെ പ്രീവിയസ് ഫിലിംസിൽ ഇതേപോലത്തെ ചെറിയ അറ്റംപ്റ്റുകളുണ്ട്. അപ്പൊ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ അത് വർക്ക് ആവുമായിരിക്കും, ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിനൊരു പ്രൊഡക്ഷൻ ഹൗസും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വീൽ നെയിൽ ഇറ്റ്, നമുക്കത് നെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഭവം. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും ഇങ്ങനത്തെ വർക്കുകൾ കാണുമ്പോഴത്തേക്കും നമ്മളോട് സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും അവരുടെ എക്സ്പെരിമെൻറ്റുകളും അല്ലെങ്കിൽ അവരുടെ അറ്റംപ്റ്റുകളും ഒക്കെ എഫേർട്ടുകളും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു പരിപാടിയായിട്ടത് എൻഡ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല ഞാൻ പറയുന്നത്, ആൾക്കൂട്ട മീഡിയ വിചാരണ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വായി തോന്നിയെ വിളിച്ച് പറയല്ലേ ചേട്ടാന്നും അത് പറയുമ്പോഴത്തേക്കും നമ്മൾ ദിലീപേട്ടൻ്റെ ക്രൈമോ അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ടോന്നോ അത് ആ ക്വസ്റ്റ്യനൊക്കെ കോടതിയുടെ ഇതിനൊക്കെ വിട്ടിട്ട്, ബട്ട് ദ മീഡിയ ഈസ് റിയലി സറൗണ്ടിങ് എ പേഴ്സൺ ഹൂസ് അക്യൂസ്ഡ്. അപ്പം ആ ഒരു മീഡിയ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ്, ഒരു റിയാലിറ്റിയുടെ എക്കോസിസ്റ്റത്തിന്. അതിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നുള്ളതാണ്. അപ്പം ആസ് എ ഡോക്യുമെന്റേഷൻ ഓഫ് അവർ ടൈംസ് ഇതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്ത് പോവാം. അതിനെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത്. രജിഷ, സിനിമ കണ്ടിറങ്ങിയ എല്ലാവരോടും മനുഷ്യനോട് പറഞ്ഞു, അയാൾ പോയി കണ്ടു. അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആവുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ഫിലിം മേക്കറിന് വീണ്ടും അത് എക്സ്പെരിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം, ഇങ്ങനെ ഒരു കഥ അവരോട് പറഞ്ഞു നോക്കാം എന്ന് തോന്നുന്നത് അങ്ങനെ ഒരു അവരുണ്ടായോണ്ടാണ്. അപ്പോൾ ആ അവരിൽ തന്നെ പ്രതീക്ഷിച്ചാണ് ഈ സിനിമയും നമ്മൾ മുന്നോട്ട് വച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി യങ് ആയിട്ടുള്ള ക്രൗഡ് ഇത് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ആവറേജ് ആയിട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ ജഗദീഷ് ചേട്ടനിലോട്ടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അദ്ദേഹം എന്താണ് പറഞ്ഞത് കഥ കേട്ടപ്പോൾ? ജഗദീഷ് സാറിൽ ഞാൻ പുരുഷപ്രയത്തിന് വേണ്ടിയാണ് റീച്ച് ഔട്ട് ആദ്യം ചെയ്തത്. അപ്പം എനിക്ക് വെരി പോസിറ്റീവ്. പുരുഷപ്രയത്തിലും 4.5 ആൻസിലും ഇതിലെനിക്ക് ജഗദീഷ് സാറിൻ്റെ ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സാർ ഇതിൻ്റെ അകത്ത് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട് അക്കോർഡിംഗ് ടു നിങ്ങൾക്ക് എത്ര ഡേറ്റ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജഗദീഷ് സാറാണെങ്കിൽ പറഞ്ഞ് പോലീസ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് എപ്പോഴും കുറെ കൂടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ കാണും. പിന്നെ പുള്ളിക്ക് ആ ഒരു ടൈമിലെ പോലീസുകാരൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഡീസൻ്റ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നും, പക്ഷെ ഭയങ്കര ഡീസൻ്റ് ആണ്. പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ട്രിക്കി ഏരിയയിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ്. അപ്പം അത് പുള്ളി വായിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്യാൻ
പുള്ളിക്ക് താല്പര്യമുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും ആകെ ഒരു എന്ന് വെച്ചാൽ കോടതിയുടെ 7-8 ദിവസം ഷൂട്ടിൽ സാറിന് അധികം ഡയലോഗ്സ് ഇല്ല, 1 or 2 ഇൻസേർട്ടുകളേ ഉള്ളൂ. അതാണ് ട്രിക്കി. ബാക്കി അപ്പോൾ അങ്ങനെയാണ് ജഗദീഷ് സാർ എത്തിയത്. ഹലോ സാറേ, അതെ ഇപ്പൊ മിക്കവാറും ഈ ലൊക്കേഷനുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് മാക്സിമം ഒന്നോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോയിൽ അങ്ങ് പോവുക. അപ്പം നമ്മൾ ആരടുത്ത് വേണമെങ്കിലും ഇത് ചോദിക്കാനുള്ള ഒരു ധൈര്യം വരും. ഡെസ്പിറേഷൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സംഭവം നമുക്ക്. അപ്പോൾ ഞാൻ രജിസ്റ്റർ കണ്ടപ്പോഴത്തേക്കും ഇത് ഐറ്റം ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ അങ്ങനെയൊന്നും ഞാനൊന്നും ആലോചിച്ചു. ഞാൻ ഇതൊക്കെ ഉണ്ട് നിവേദനത്തിലാണെങ്കിലും ഇല്ല എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പം സുരേഷ് കൃഷ്ണ സാറിൻ്റെ അടുത്തൊക്കെ ആ ക്യാരക്ടർ പറയുന്നത് ട്രിക്കി ക്യാരക്ടറിലായിരുന്നു. അപ്പം ഞാൻ അത് അപ്പം നമുക്ക് അങ്ങനെ ആലോചിക്കും. ഞാനും വിഷ്ണു കൂടെ പോയാണ് നമ്മൾ സുരേഷ് സാറിൻ്റെ അടുത്ത് ആ സാറ് പറഞ്ഞു. വിഷ്ണു ആണെങ്കിൽ സുരേഷ് കൃഷ്ണ സാറിന് റൈഫിൾ ക്ലബ്ബിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ കൂടുതൽ അതിൻ്റെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച ആ സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഇത്ര വലിയ ആഘാതമാണോ ഇതെന്നൊക്കെ ഞാൻ ആലോചിച്ചത്. പാട്ടൊക്കെ ഇറങ്ങിയിട്ടാണ്. അതുവരെ ഞാൻ ഇത് ഒരാളെന്തോ പറഞ്ഞാൽ അത് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് അപ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ല എനിക്ക് ദൈവം സഹായിച്ചത് അല്ല. എന്നോടാണ് അതെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഫിലിം മേക്കേഴ്സ്, ഫോർ പ്രൊഡ്യൂസേഴ്സ്, ഫോർ റൈറ്റേഴ്സ് എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു മേക്ക് ദ ബെസ്റ്റ് ഐറ്റം പ്രോഡക്റ്റ്. ഇത് ബെസ്റ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്തായാലും നമ്മളെക്കാട്ടും ബെസ്റ്റ് സാധനം അത് ഭൂമിയുടെ ഒരു റൂളാണ്. എന്തിൽ ബെസ്റ്റ് ഉണ്ടോ അതിനെക്കാട്ടും ബെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത് ബെസ്റ്റ്. അതായത് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചത് ഇനി എങ്ങാനും കൃഷാന്ത് അത് ആലോചിച്ച് പോയിട്ട് എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ വാട്ട് എ മിസ് ദിസ് വുഡ് ഹാവ് ബീൻ. അല്ല, എനിക്ക് റോൾ ഓഫ് എ ലൈഫ് ടൈം എനിക്ക് മിസ്സായി പോയത്. സോ താങ്ക്ഫുള്ളി ഹി ഡിഡ് നോട്ട്. ആൻഡ് കറേജസ് ഫിൽം മേക്കേഴ്സ്, നോർമലി ഒരു ഫിൽം മേക്കേഴ്സ് അങ്ങനെ ഒന്നും, കാരണം നമ്മളവിടെ ആക്ടേഴ്സ് ആയിരിക്കുമ്പം പുറമേ ഉള്ള ആൾക്കാർക്ക് നമ്മളെ മുഖം ഇപ്പോഴും പുറത്തു വരുമ്പോൾ തോന്നുന്നു നമുക്ക് കൂടുതൽ ഏജൻസി ഉണ്ടെന്ന്. ഇല്ല, നമുക്ക് ഏജൻസി ഇല്ല. കാരണം ഞങ്ങൾ ഇത് നമ്മുടെ മുഖം സ്ക്രീനിൽ വരണമെങ്കിൽ ഒരാൾ കഥ എഴുതണം, ഒരു സംവിധായകൻ അത് ഡിസൈഡ് ചെയ്യണം, ആ സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ മനസ്സിൽ നമ്മളുടെ മുഖം വരണം, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തോന്നണം. ഇത് നമ്മളുടെ അടുത്ത് വന്നാലല്ലേ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ മുന്നേ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയെന്നാലും കൃഷാന്ത് തോട്ട് ഓഫ് യു, രജിനെ കുറിച്ച് ആലോചിച്ചല്ലോ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മളുടെ പ്രീവിയസ് വർക്ക് അല്ലെങ്കിൽ നമ്മളിതിന് മുന്നേറ്റ കോസ്റ്റ്യൂംസ്, ലുക്ക്, ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ എനിക്കായിരുന്നു നഷ്ടം സംഭവിക്കുക എന്നുള്ളതാണ്.